ഹലോ ഹായ് അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ കുറേ ആയി തോന്നുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ആൻഡ് ദിസ് വീഡിയോ ഈസ് ഫോർ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ്. എനിക്കിപ്പോൾ എൻ്റെ ഡി എംസിലും ഞാൻ എജുപോർട്ടിൽ സൂപ്പർമെൻഡറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും കൂടുതലായിട്ട് ഞാൻ കേൾക്കുന്ന ക്വസ്റ്റ്യനാണ് എക്സാം വരാൻ പോവാണ് എന്നുള്ളത്. അല്ല, നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് ക്രിസ്മസ് എക്സാം ഒക്കെ വരാൻ പോകുന്നുണ്ടാവും, അപ്പോൾ കുറച്ച് സ്റ്റഡി ടിപ്സ് പറഞ്ഞു തരുമോ എന്നുള്ളതല്ലേ. ഞാൻ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചപ്പോൾ സ്റ്റേറ്റിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഫുൾ A+ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റേറ്റിൽ നിന്ന് മാറിയിട്ട് CBSEയിലാണ് +2 പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാനൊരു എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്തു ആൻഡ് നൗ ഐ ആം ഇൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണുള്ളത്. അവിടെ 3rd ഇയർ MBBS സ്റ്റുഡൻ്റ് ആയിട്ട് പഠിക്കുന്നത്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്, കുറേ എക്സാം എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് MBBSന് കയറുന്ന സമയത്ത് ഇഷ്ടംപോലെ എക്സാമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കുറച്ച് സ്റ്റഡി ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് 10ാം ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ടേണിംഗ് പോയിൻ്റ് ആണല്ലോ. എല്ലാവരും പറയുന്ന പോലെ ടീച്ചേഴ്സ് പറയുന്നുണ്ടാവും ടേണിംഗ് പോയിൻ്റ് ആണ്, ട്യൂഷൻ എന്ന് പറയുന്നുണ്ടാവും ടേണിംഗ് പോയിൻ്റ് ആണ്. അപ്പോൾ ടേണിംഗ് പോയിൻ്റ് നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെ പഠിക്കണം, എങ്ങനെ മാർക്ക് വാങ്ങണം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണേ. കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ പണ്ട് മുതലേ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചോ, പക്ഷേ എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾക്ക് തീരെ പഠിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട് കുറേ സോഷ്യൽ മീഡിയ റീൽസ് ഫുൾ എല്ലാ കൾച്ചറൽസിനും ആർട്സ് ഫെസ്റ്റിനൊക്കെ പോവും, പിന്നെ ഫ്രണ്ട്സിനോട് ട്രിപ്പിനൊക്കെ പോകുമ്പോൾ അതൊക്കെ കഴിഞ്ഞ് എക്സാമിൻ്റെ തലേന്ന് 2 ദിവസം പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെക്കാളും മാർക്ക് വാങ്ങുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാവില്ലേ. ഞാൻ ശരിക്കും രണ്ടാമത്തെ പറഞ്ഞ ഫ്രണ്ട് കേട്ടോ. കാരണം ഞാൻ എല്ലാ കൾച്ചറൽസിനും കൂടുതലുണ്ടായിരുന്നു. ഡ്രാമ, അങ്ങനത്തെ സ്കിറ്റ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, പിന്നെ ഒറേറ്ററി ഐറ്റംസ്, സ്പോർട്സിൽ എനിക്കധികം കഴിവില്ല. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ടും ഞാൻ 2 ദിവസം തലേന്ന് 2-3 ദിവസം ഇരുന്ന് പഠിച്ചിട്ട് എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ഞാൻ എങ്ങനെയാണ് അങ്ങനെ മാർക്ക് വാങ്ങിച്ചത്, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു യുണീക്ക് സ്റ്റുഡൻ്റ് എങ്ങനെ ആവാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ പറഞ്ഞുതരാൻ പോണേ. കുറച്ച് കാര്യങ്ങളുള്ളൂ. നമ്മൾക്കൊരു 10th പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. പക്ഷെ ആ അവസാനത്തെ 2 ദിവസം ഉണ്ടല്ലോ, എക്സാമിൻ്റെ തലേന്നും അതിൻ്റെ തലേന്നൊക്കെ ഉണ്ടാകുന്ന ദിവസങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിരിക്കണം. ഇപ്പം നിങ്ങളെ മുന്നിൽ ഒരാഴ്ചയാണ് ബാക്കിയുള്ളത്, ഒരു 5 ദിവസമാണ് ബാക്കിയുള്ളതെന്ന് വെച്ചാലും ആ 5 days നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഞാനിപ്പോൾ ഇത് പറയുന്നത് എൻ്റെ MBBS വരെ എത്തിയ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു 10 സബ്ജക്റ്റാണ് ഉള്ളതെന്ന് വെച്ചോ. ഈ 10 സബ്ജക്റ്റിൽ നിങ്ങൾ വീക്കായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണ്, സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക. ആദ്യം ഇപ്പം എനിക്ക് സോഷ്യൽ കുറച്ച് അത്യാവശ്യം എഴുതാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഓർമ്മയുണ്ടാവില്ല. അപ്പം ഞാൻ സോഷ്യൽ എൻ്റെ ഒരു വീക്ക് സബ്ജക്റ്റായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിസിക്സ് എൻ്റെ ഒരു വീക്കായിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്തമാറ്റിക്സ് പറഞ്ഞ സംഭവം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അതും ഞാൻ എൻ്റെ വീക്ക് സബ്ജക്റ്റായിട്ട് ചൂസ് ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മാറ്റി വെച്ചു നോക്കി. വീക്കായിട്ടുള്ള എത്ര സബ്ജക്ട്സ് ഉണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റ് പറയുമ്പോൾ ഇംഗ്ലീഷ്, മലയാളം, പിന്നെ ബയോളജിക്ക് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റും എഴുതിയെടുത്തു. അപ്പോൾ ഈ വീക്ക് സബ്ജക്റ്റ് സ്ട്രോങ് സബ്ജക്റ്റ് 2 ആക്കിയതിൻ്റെ ശേഷം നമുക്ക് എത്ര ദിവസമുണ്ട് നോക്കാം. എത്ര ദിവസമാണ് എക്സാമിനുള്ളത്. ഇപ്പോൾ ഒരു 5 ദിവസമാണ് എക്സാമിനുള്ളതെന്ന് വെച്ചാൽ ആ 5 ദിവസത്തിനുള്ളിൽ ഡെഡ് ലൈൻ വെച്ചിട്ട് നമുക്ക് ഈ സബ്ജക്റ്റ് തീർക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ സ്മോൾ ടോപ്പിക്സ്, ഇപ്പം നമുക്കിപ്പം ഫിസിക്സിൽ ഇപ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങൾ ചൂസ് ചെയ്തു. ആ ഫിസിക്സിലെ ചാപ്റ്ററിൽ തന്നെ 3-4 കുഞ്ഞി ടോപ്പിക്സ് ആക്കിയിട്ട് നോക്കുക. എന്നിട്ട് ഈ ടോപ്പിക്സ് ഇന്ന ടൈമിനുള്ളിൽ തീർക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ ക്രിസ്മസ് എക്സാം ആവുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടാവില്ല. മീൻസ് പകുതി സിലബസ് അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പകുതി സിലബസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്ററിനും പിന്നെ കുഞ്ഞു ടോപ്പിക്സ് ആക്കാൻ വേണ്ടി നോക്കുക. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇരിക്കുക, പഠിക്കാൻ വേണ്ടി ഇരിക്കുക. ഒരു അരമണിക്കൂറെങ്കിലും ബുക്കിന് മുന്നിൽ ഇരിക്കാൻ വേണ്ടി നോക്കുക. ഒരു ചാപ്റ്റർ എടുത്തിട്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കുക. ഫോണൊക്കെ ഒന്ന് മാറ്റി വെക്കുക, ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റി വെക്കുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ ബുക്കിന് മുന്നിൽ ഇരുന്നിട്ട് നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ വായിക്കാൻ പറ്റുന്നുണ്ടോ, ഒരു അരമണിക്കൂർ നിങ്ങൾ ട്രൈ ചെയ്യുക. നമുക്കുണ്ടാവില്ല എപ്പോഴും നമുക്ക് പെർഫെക്ഷൻ അല്ല വേണ്ടത്, പക്ഷെ ആ ഒരു സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സംഭവം, ഞാൻ പഠിക്കാൻ തുടങ്ങാൻ പോവാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്നുള്ളൊരു ഉള്ളിലൊരിത് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇരിക്കുക, മുന്നിലിരിക്കുക. എന്നിട്ട് 1.5 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക ചാപ്റ്റർ. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്ലാനറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബുക്കറ്റ് എടുക്കാൻ വേണ്ടി നോക്കുക. മീൻസ് ഇങ്ങനത്തെ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ഈസി ആയിട്ട് എഴുതി വെക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഓരോ ചാപ്റ്ററുകൾ സ്മോൾ ടോപ്പിക്സ് ആക്കി ഡിവൈഡ് ചെയ്തല്ലോ, ഈ സ്മോൾ ടോപ്പിക്സിന് തന്നെ നിങ്ങൾ ഓരോ ഡേറ്റ് ഇട്ട് കൊടുക്കുക. ഇന്ന ഡേറ്റിനുള്ളിൽ ഞാനത് തീർക്കും, ഇന്ന ഡേറ്റിനുള്ളിൽ ഞാനത് തീർക്കും എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എക്സാമിൻ്റെ ടൈം ടേബിൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പഠിച്ചാൽ മതി. പിന്നെ ഇപ്പം മൺഡേ, ഇപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് മൺഡേ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഫിസിക്സ് ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇന്നേ ഫിസിക്സ് പഠിക്കാൻ തുടങ്ങണ്ട. ഫിസിക്സ് തലേന്ന് അല്ലെങ്കിൽ അതിൻ്റെ 2 ദിവസം മുന്നേ പഠിച്ചാൽ മതി. ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈസി സിമ്പിൾ ട്രിക്കാട്ടോ.
മീൻസ് ഫസ്റ്റ് മുതലേ പഠിച്ചു വരുന്നതല്ല, നമുക്കിനി കുറച്ച് ദിവസമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും ഇത് തീർക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ടിപ്പാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എക്സാമിൻ്റെ 2 ദിവസം മുന്നേ ഫിസിക്സ് നോക്കുക. അതിൻ്റെ ട്യൂസ്ഡേത്തെ എക്സാം അതിനെന്ത് ചെയ്യുക, ആ 2 ദിവസത്തിന് മുന്നത്തെ ഒരു ദിവസം നോക്കുക. അപ്പോൾ അങ്ങനെ ഡേറ്റ് ഇട്ട് ലാസ്റ്റ് എക്സാം ഏതാ നടക്കാൻ പോണത് അതിൻ്റെ സബ്ജക്റ്റ് ഇപ്പം നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. എന്നിട്ട് പിന്നെ അത് തലേന്ന് വായിച്ചാൽ മതി. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മളെന്താ പറയുക, സ്മാർട്ട് വർക്കായിട്ട്, ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, സ്മാർട്ട് വർക്ക് എന്ന സംഭവമുണ്ട്. ഞാനിപ്പോൾ പറയുന്ന സാധനം സ്മാർട്ട് വർക്കായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുന്ന. ഇപ്പോഴത്തെ കാലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫോണിൽ നിന്ന് എങ്ങനെ മാറി നിൽക്കണം എന്ന്. വേഗം ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ടല്ലേ. നിങ്ങളൊരു 10 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു അരമണിക്കൂർ ഫോണിൽ കളിക്കാറില്ലേ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫോൺ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചേക്കാം. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അതായിരുന്നു. എന്ത് ചെയ്യും, എൻ്റെ ഫോൺ എന്ത് ചെയ്യും, ഫോൺ ചിലപ്പോൾ എനിക്ക് 10th പഠിക്കുന്ന സമയത്ത് ഫോണൊന്നും ഇല്ല കേട്ടോ, പക്ഷേ MBBS പഠിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഫോൺ എന്ത് ചെയ്യും, റൂമിൽ വെച്ചിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും പോയി പഠിക്കും. റൂമിൻ്റെ പുറത്തോ അല്ലെങ്കിൽ സ്റ്റെയർ കേസിൻ്റെ അവിടെ എവിടെയെങ്കിലും ഇരുന്ന് പോയി പഠിക്കും. അപ്പോൾ നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് അവിടെ ഫോൺ വെക്കാതെ നോക്കുക. ഫോൺ ഇപ്പോൾ താഴത്ത് വെച്ചിട്ട് നിങ്ങൾ മുകളിൽ പോയിരുന്ന് പഠിക്കുക, ഇനി മുകളിൽ റൂമിൽ വെച്ചിട്ട് താഴത്ത് പോയിരുന്ന് പഠിക്കുക. അപ്പോൾ നിങ്ങളും ഫോൺ ഒരേ സ്ഥലത്തില്ലാത്ത രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡൗട്ട് നോക്കാൻ വേണ്ടി ChatGPT എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിലിങ്ങനെ ഇരുന്നിരുന്ന് അവസാനം ChatGPT ഇരിക്കില്ല നമ്മൾ എടുത്തിട്ടുണ്ടാവില്ല, നമ്മൾ അതിൻ്റെ അപ്പുറത്തുള്ള ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബ് ഷോർട്സോ എടുത്തിട്ട് വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഫോണൊന്ന് മാറ്റി വെച്ചാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ തീരും. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഫോണിൻ്റെ കാര്യത്തിൽ. ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഫോക്കസ് കൂട്ടാനുള്ള ഒരു സൊല്യൂഷനാണ് കേട്ടോ. പൊമഡോറോ ടെക്നിക് എന്ന് പറയും. ഈ പൊമഡോറോ ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 40 മിനിറ്റ് പഠിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 40 മിനിറ്റ് പഠിച്ചിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് റൂമിൽ നിന്ന് ഇറങ്ങി നടക്കുക. നിങ്ങൾ എവിടെയാണോ പഠിക്കുന്നത് അവിടെ നിന്ന് ജസ്റ്റ് ഇറങ്ങി നടക്കുക, താഴത്ത് പോയി വെള്ളം കുടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും തിന്നാൻ എടുക്കുക എന്നുള്ള രീതിയിൽ ആ ഒരു 10 മിനിറ്റ് ബ്രേക്ക് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഈ പൊമഡോറോ എന്ന് പറഞ്ഞ ആപ്പൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ടാബ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ കിട്ടും. ഇനിയിപ്പോൾ അതും വേണ്ട, നിങ്ങളുടെ മുന്നിലൊരു ക്ലോക്ക് മതി, നിങ്ങളൊരു 40 മിനിറ്റ് അലാറം സെറ്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഫോൺ പരമാവധി മാറ്റി വെക്കാൻ വേണ്ടി നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ആ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഫോൺ പരമാവധി മാറ്റി വെക്കാൻ നോക്കുക. എന്നിട്ടൊരു അലാറത്തിലൊക്കെ 40 മിനിറ്റ്സ് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ ചെയ്യലുണ്ട്, ഞാൻ നീറ്റിന് റിപ്പീറ്റിനൊക്കെ സമയത്ത് 40 മിനിറ്റ്സ് സെറ്റ് ചെയ്യും. എന്നിട്ട് ആ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് 40 മിനിറ്റ് കഴിഞ്ഞാൽ 10 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ബ്രേക്ക് എടുത്ത് വീണ്ടും റിലാക്സ് ചെയ്ത് ഒന്നുകൂടി ഇരുന്നിട്ട് പിന്നെ അടുത്ത് 40 മിനിറ്റ് സെഷന്. അങ്ങനെ സെഷൻസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. നമ്മളൊരു 10 മണിക്കൂർ പഠിക്കുന്നതിൽ ഒരു കാര്യമില്ല, പക്ഷെ ആ 10 മണിക്കൂറിൻ്റെ എഫക്റ്റീവ്നെസ് വെറും 2-3 മണിക്കൂർ പഠിച്ചാൽ കിട്ടണമെങ്കിൽ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് പഠിക്കണം. ഒന്ന് പ്ലാൻ ചെയ്ത് പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് കിട്ടും. പിന്നെ കുറേ ആൾക്കാർക്കുള്ള പ്രശ്നം ഉണ്ടാവുക പഠിച്ചതൊന്നും ഓർമ്മ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പഠിച്ചത് ഓർമ്മയില്ലാതിരിക്കുന്നത് എഴുതി പഠിക്കാത്തതുകൊണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ എനിക്ക് എഴുതി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിരിക്കും. ഞാൻ അങ്ങനെ വിചാരിച്ച ഒരാളേന്. പക്ഷെ 10ാം ക്ലാസ് മുതൽ ഞാൻ ചെയ്ത കാര്യം എന്താ വെച്ചാൽ എഴുതി പഠിക്കും, ന്യൂസ് പ്രിൻറ്റിൽ എഴുതി പഠിക്കും. ഒരു കിലോ കണക്ക് ന്യൂസ് പ്രിൻ്റൊക്കെ വാങ്ങിക്കൊണ്ടുവെക്കും. എന്നിട്ട് മാത്സൊക്കെ അതിലിങ്ങനെ എഴുതി പഠിക്കും. ഇനി ബയോളജി പഠിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ, ബയോളജി പഠിച്ചിട്ട് മനസ്സിലാവാത്ത ആൾക്കാരാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വെക്കുക, അടുത്ത് ന്യൂസ് പ്രിൻ്റ് വെക്കുക, അതിലെന്താ ഉള്ളത് അതിങ്ങനെ എഴുതുക. നിങ്ങൾ എന്താണോ വായിക്കുന്നത് അത് അപ്പുറത്ത് ഇങ്ങനെ എഴുതിക്കൊണ്ട് വെക്കുക. അപ്പോൾ അത് നിങ്ങളുടെ അറിയാതെ തന്നെ നിങ്ങളെ മനസ്സിലേക്ക് കയറിക്കോളും. അപ്പോൾ ന്യൂസ് പ്രിൻ്റ് ഒരു നല്ലൊരു ചോയ്സാണ്. സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ നിങ്ങൾ എഴുതി പഠിക്കുക കേട്ടോ. നിങ്ങൾ വിചാരിക്കും അയ്യോ എനിക്ക് ഇനി ഇത്ര സമയമല്ല എന്ന് വിചാരിക്കും. പക്ഷേ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ ഫസ്റ്റ് ഡേ ഒക്കെ കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവും, പക്ഷേ സെക്കൻഡ് തേർഡ് ഡേ ആവുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു മെത്തേഡൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാതെ തന്നെ നിങ്ങൾ പഠിച്ചോളും. ഇതൊക്കെ ഞാൻ 10ാം ക്ലാസ്സിൽ എനിക്ക് മാത്സിലൊന്നും ഫുൾ A+ കിട്ടുന്നു, മാത്സിൽ A+ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. പക്ഷെ അവസാനമായ സമയത്ത് എനിക്ക് വേറെ വഴിയില്ല, ഞാൻ തലേന്നൊക്കെ കുത്തിരുന്ന് എഴുതി പഠിച്ചുണ്ടാക്കി അവസാനം എക്സാം ചെയ്തപ്പോൾ അൽഹംദുലില്ലാഹ് കിട്ടി. അപ്പോൾ നിങ്ങളും അങ്ങനെ വിചാരിക്കുക, നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എഫേർട്ട് ഇടുക. ഈ ബയോളജി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയായത്, ഞാനിപ്പോൾ അടുത്ത് എജുപോർട്ടിൻ്റെ ഒരു ലൈവ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ 10th സ്റ്റാൻഡേർഡിൽ കുട്ടികൾ, ഞാൻ കൂടുതലായിട്ട് ഈ റിപ്പീറ്റേഴ്സിനെയും പിന്നെ MBBS ഫസ്റ്റ് ഇയർ നീറ്റ് റിപ്പീറ്റേഴ്സ് റിപ്പീറ്റേഴ്സ് എന്ന ആൾക്കാരോടാണ് കൂടുതലായിട്ട് ഞാൻ സംസാരിക്കില്ല. +2 ഉള്ള കുട്ടികളോടും സംസാരിക്കാറുണ്ട്. പക്ഷെ 10th കുട്ടികളോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ബയോളജി കുറേ ആൾക്കാർക്ക് എങ്ങനെ പഠിക്കേണ്ടത് എങ്ങനെ മനസ്സിലാക്കേണ്ടതെന്ന് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾ എന്ത് ടോപ്പിക് പഠിക്കുകയാണെങ്കിലും, ഇപ്പോൾ ഹാർട്ടിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ ചാപ്റ്ററാണ് പഠിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി നോക്കുക. പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ചുറ്റുപാടുള്ള പ്ലാന്റ്സിനെ കുറിച്ച് ആലോചിക്കുക, അതിനെക്കുറിച്ചുള്ളതൊക്കെ ആലോചിച്ച് അങ്ങനെ പഠിക്കാൻ നോക്കുക. ഹ്യൂമൻ ബോഡി ആണെങ്കിൽ നമ്മുടെ സ്വന്തം ഹ്യൂമൻ ബോഡിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്നിട്ട് അതും തമ്മിൽ എന്താ കണക്ഷന്, അങ്ങനെയൊക്കെ നമ്മളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അത് മുന്നേ പഠിച്ച ചാപ്റ്ററായിട്ടും ഇനി പഠിക്കാൻ പോണ ചാപ്റ്ററായിട്ടുള്ള കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓർമ്മയിൽ നല്ലോണം നിൽക്കും.
അതിപ്പോൾ ഞാൻ MBBS പഠിക്കുന്ന സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ്. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും ഒന്ന് കണക്റ്റഡ് ആയിട്ട് പഠിക്കുക. നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് വായിക്കുകയാണ്, അപ്പോൾ ആ സെൻറ്റൻസ് ഇത് മറ്റേതായിട്ട് അങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ തന്നെ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുക. അങ്ങനെ കണക്ഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഓർമ്മയിൽ നിൽക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി എനിക്ക് പറഞ്ഞു തരാനുള്ള ടിപ്പ്, അത് ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും. നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്, ഭാവിയിൽ നല്ല കോഴ്സുകൾ എടുത്ത് ഫ്യൂച്ചറിലേക്കൊക്കെ പഠിത്തം എന്നാണ് നിങ്ങൾ പ്ലാൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്പോഴും ഉപകാരപ്പെടുന്നൊരു കാര്യമാണ് ആക്റ്റീവ് റീകോൾ. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പഠിക്കുന്ന സമയത്തും അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്, ഇപ്പോൾ സപ്പോസ് ഫിസിക്സ് ആണ് നിങ്ങൾ പഠിക്കുന്നത്, കെമിസ്ട്രി ആണ് പഠിക്കുന്നത്, മാത്സ്, അപ്പോൾ ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് മാറ്റി എഴുതി വെക്കുക. ഞാൻ പറഞ്ഞില്ല നേരത്തെ ന്യൂസ് പ്രിൻറ്റിൻ്റെ കഥ. അപ്പോൾ അങ്ങനെ മാറ്റി എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്തും അതിൻ്റെ തലേന്നൊക്കെ വീണ്ടും ആ ചാപ്റ്റർ ഫുള്ളി പഠിക്കേണ്ട ആവശ്യമില്ല. എഴുതി വെച്ച് ഇക്വേഷൻസ് ജസ്റ്റ് ഒന്നും കൂടെ എടുത്തിട്ട് റിവൈസ് ചെയ്താൽ മതി. അപ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൻ്റെ മൊത്തം ഐഡിയ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ ആക്റ്റീവ് റീകോൾ എന്ന മെത്തേഡ് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ 10ാം ക്ലാസ്സിൽ +2 അത് കഴിഞ്ഞ് നിങ്ങൾ എൻട്രൻസിന് പോകുന്നുണ്ടെങ്കിൽ അതിനും കഴിഞ്ഞ് MBBSന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ആക്റ്റീവ് റീകോൾ. ആ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റ് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോഴേ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ നല്ല ഉപകാരപ്പെടും. നമ്മുടെ ബ്രെയിൻ പവർ കൂട്ടാനും സഹായിക്കും. നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, നമ്മളതിനെ എങ്ങനെയാണോ ട്രെയിൻ ചെയ്തെടുക്കുന്നത് അതുപോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കാറില്ലേ +2 കഴിഞ്ഞ് അപ്പം തന്നെ IITയിലും എയിംസിലും നീറ്റിനൊക്കെ വേണ്ടി അടിപൊളി റാങ്ക് വാങ്ങുന്ന കുട്ടികൾ, ഇവർ പണ്ടേ ഒരു 8ാം ക്ലാസ് മുതൽ അവരെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നിങ്ങളെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യണം, മെമ്മറിയിൽ ഇതൊക്കെ വെക്കണം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ നിങ്ങൾ ഓൾറെഡി ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് +2 ആവുന്ന സമയത്ത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് 10ലാവുന്ന സമയത്ത് എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായില്ല. ഞാൻ ആ സമയത്ത് എൻ്റെതായ വഴിയിലൂടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് റിപ്പീറ്റൊക്കെ ആയ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജ് ഇൻ കേരള, അവിടെ കയറാൻ പറ്റി. അപ്പോൾ നിങ്ങളും ആലോചിക്കുക, നിങ്ങൾക്കും ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ട്, ഫുൾ A+ വാങ്ങണം, നല്ല കോളേജിൽ പഠിക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളും ഈ മെത്തേഡ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എക്സാം മാത്രമല്ല ജീവിതം. നിങ്ങൾ ഉണ്ടാക്കുന്ന മെമ്മറീസും നിങ്ങൾ പങ്കെടുക്കുന്ന കൾച്ചറൽസും സ്പോർട്സും ഒക്കെ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. ഭാവിയിൽ നിങ്ങൾ ആലോചിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മീൻസ് നല്ലൊരു ഹാപ്പി മെമ്മറി ആയിട്ട് ഉണ്ടാവണം. നിങ്ങളുടെ ഫ്രണ്ട്സിനോടുള്ള ടൈം, നിങ്ങളുടെ മെമ്മറീസൊക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഹാർഡ് വർക്ക് എന്നുള്ളൊരു സംഭവം കുറേ പ്രാവശ്യം ഫസ്റ്റ് ഡേ 1 മുതൽ എഫേർട്ട് ഇടുന്നതിനേക്കാളും നല്ലത് കുഞ്ഞു എഫേർട്സ് സ്മാർട്ടായിട്ട് വർക്ക് ചെയ്ത് അത് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുക. എല്ലാവർക്കും നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊന്ന് പണിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും വേണമെങ്കിലും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അല്ലാതെ നമ്മുടെ ഫസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമൊന്നുമല്ല, നമ്മുടെ ബാക്ക് ബെഞ്ചേഴ്സിന് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും, മിഡിൽ ബെഞ്ചേഴ്സിന് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അവിടെയൊക്കെ വേണ്ടത് നമ്മുടെ ഗോളാണ്. നിങ്ങളൊരു ഡ്രീം വെക്കണം, എനിക്ക് ഈ ഡ്രീമിലെത്തണം, എനിക്ക് അവിടെ എത്തിയിട്ട് ഞാൻ വിചാരിക്കുന്ന പോലെ എനിക്ക് ചെയ്യാൻ പറ്റണമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് എഫേർട്ട് ഇടാൻ പറ്റും. അപ്പം ഇതാണ് എൻ്റെ 10ാം ക്ലാസ്സിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ. ആൻഡ് ഇതെനിക്കൊരു ഫുൾ A+ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞൊരു +2ലൊക്കെ എത്തുന്ന സമയത്ത് വേറെ തന്നെ മെത്തേഡ്സ്, ഈ ഒരു സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ് ചെയ്തത്. പക്ഷെ അവിടെ കുറച്ചും കൂടെ സിലബസ് വാസ്റ്റാണ്, അതും ഞാൻ CBSEയും കൂടിയായിരുന്നു. അപ്പോൾ അവിടെ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തും ഇതിനേക്കാളും കുറച്ചൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. പക്ഷെ അതൊക്കെ ചെയ്തിട്ടാണ് അവസാനം അൽഹംദുലില്ലാ MBBSന് മെഡിക്കൽ കോളേജിൽ 3rd ഇയർ ആയിപ്പോൾ 3rd ഇയർ കഴിയാനായി. ജനുവരിയിൽ എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാമാണ്. അത് കഴിഞ്ഞ് ഞാൻ 4th ഇയർ ആവും. അത്ര പെട്ടെന്നല്ലേ കാലം പോണത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഒരു 10ാം ക്ലാസ് എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്തെന്നുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെന്ന് വെച്ചാൽ താഴത്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സോ കുറച്ച് ഇനിയും കണ്ടൻസ് വരുന്നതായിരിക്കും 10th-ൻ്റെയും 12th-ൻ്റെയും ഒക്കെ. അപ്പോൾ ബാക്കി ഇനി അടുത്ത വീഡിയോയിലൊക്കെ പറയാം അല്ലേ. ബൈ ബൈ.